1 by 1. ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ അങ്ങോട്ട് കൊടുക്കാം. അത് മനസ്സ് തുറന്നു ഉണ്ടോ ചോദിക്കാം. ചോദിച്ചിട്ട് അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ അത് നിങ്ങൾ തമ്മിൽ, ഞാൻ ഇതിനകത്ത് ഈ പിക്ചറിൽ ഞാനില്ല. ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നിയിട്ടില്ല. പലപ്പോഴും പല കാര്യങ്ങൾക്കും ഞാൻ എൻ്റെത് മാത്രം ശരിയെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനല്ല, ദർ ഷുഡ് ബി എല്ലാ വ്യൂ പോയിന്റ്സും നോക്കണം എന്ന് എനിക്കറിയാം. അപ്പം പറയാനുണ്ടെ പറയാം, കമന്റ് ചെയ്യാൻ തിരിച്ച് സംസാരിച്ചോളൂ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇല്ല, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, കഴിഞ്ഞോ? ഇത് ശരിയല്ല രമ്യ. അന്ന് ഞാൻ അങ്ങനെ പെരുമാറിയത് വിഷമമായോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഇന്ന് ഇട്ട് വന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. വെള്ളം കുടിപ്പിച്ചോ? ഓ, ഇതായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നീ എനിക്ക് തന്നെ ഏറ്റവും വിളവെടുപ്പുള്ള അതടുത്തുണ്ട്. രണ്ടും വേണം. അന്ന് ഞാൻ അങ്ങനെ പെരുമാറിയത് വിഷമമായോ? എനിക്ക് ഞാൻ അങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല. ഇനി അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് പരസ്യമായിട്ട് ക്ഷമ ചോദിക്കും. അങ്ങനെ ക്ഷമയൊന്നുമല്ല, നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അതേ ഉദ്ദേശിച്ചുള്ളൂ. ഇല്ല, ഞാൻ കാര്യകാരണങ്ങളില്ലാതെ ഒരാളെ വിഷമിക്കാൻ ശ്രമിക്കത്തില്ല. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അത് ഓപ്പൺ ആയിട്ട് പറയും. ഞാൻ അങ്ങനത്തെ ആളാണ്, ഞാൻ ഒളിച്ചു വെച്ച് പെരുമാറാറില്ല. ഓക്കെ, അതിപ്പോ തന്നെ നമുക്ക് ആ റൗണ്ടിൽ നിന്ന് അറിയാം. വളരെ ജെനുവൻ ആയിട്ട്, വളരെ ഇതായിട്ടാണ് എല്ലാം. ഓക്കെ, ഇനി അടുത്തത് വികാസിന്റെ അടുത്തത്. ഷെറിന്റെ തന്നെ അത് രണ്ടാമത്തെ പറഞ്ഞു. നീ എനിക്ക് തന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം അത് എന്ന് വെച്ചാൽ ഞാൻ വലിയ പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്താണ്? ആ ഗിഫ്റ്റിനെ നിങ്ങൾ എനിക്ക് തന്നു, നീ എനിക്ക് തന്നു. അത് ഇപ്പൊ ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന് പറയുമ്പം നാരായണി തന്നെ. അതിൽ വലിയ വിലപിടിപ്പുള്ള ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഇനി എനിക്ക് കൊടുക്കാൻ പറ്റത്തൂല. അവള് തന്നെയാണ് ഏറ്റവും വിലപിടിപ്പുള്ളത്. വെരി ട്രൂ. ഓക്കെ, ഇനി വികാസിന്റെ. താങ്ക്സ് ഫോർ ദാറ്റ്. എന്നിൽ നിനക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ഓഫ് കോഴ്സ് ഞാൻ എപ്പോഴും സോറി പറയും. കറക്റ്റ് ആണോ? എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അന്നേരം എന്നോട് ഒരു 5 മിനിറ്റിനകം സോറി പറയാറുണ്ട്. അങ്ങനെ കൂട്ടുകൂടും. ഞാനാണ് അന്നേരം ഇച്ചിരി മസിൽ പിടിക്കാറുണ്ട്. അങ്ങനെയാണ്. ഓക്കെ, അത് വലിയൊരു ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എല്ലാവരും സോറി പറയാൻ വളരെയധികം ഈഗോ ഉള്ള മനുഷ്യരാണല്ലോ നമ്മുടെ ഇപ്പോൾ ഇവിടെ. ആ ഒരു ഈഗോയിസ്റ്റിക് ഇതിൽ ആരും പറയില്ല. ചിലർക്ക് അറിയാം എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നാലും ഈഗോ കാരണം അത് അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് വലിയൊരു മനസ്സാണ് കേട്ടോ വികാസ്. തിരിച്ചും അങ്ങനെയാണ്, ഷെറിലും സോറി പറയും. പക്ഷെ എപ്പോഴും നമ്മൾ ഒരിക്കലും ഒരു കൈ കൊണ്ട് അടിച്ച സൗണ്ട് വരില്ല. നമ്മൾ 2 കൈ കൊണ്ട് തന്നെ അടിക്കണം സൗണ്ട് വരാൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കി. ബിക്കോസ് ഇതിപ്പോ എന്റെ 2ാമത്തെ ജീവിതമാണ്. അപ്പൊ ആദ്യത്തെ ജീവിതം എനിക്ക് പാഠപുസ്തകമായിരുന്നു. അപ്പൊ നമ്മൾ ആ പാഠപുസ്തകത്തിൽ നിന്ന് എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാന്ന് നമ്മൾ പഠിച്ചു. അല്ലാതെ അവിടെ അതിന്റെ ഒരു റിപ്പീറ്റ് കോപ്പി പേസ്റ്റ് അല്ലല്ലോ നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പൊ അതെനിക്ക് പൂർണ്ണ ബോധ്യമാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും തെറ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ തെറ്റ് ചിലപ്പോൾ നമ്മൾ ഓരോ നിമിഷം നമ്മൾ തന്നെ ചിലപ്പോൾ ഈ നേരത്തെ ഷെറിൽ പറയുന്നത് ഞാൻ വർക്കിൽ ടെൻസ്ഡ് ആയിരിക്കും, വേറെ പല ടെൻഷനിലും ആയിരിക്കും. അപ്പം നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പറയും. പക്ഷെ ആ പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. സോ ഞാനത് അപ്പം തന്നെ ഞാൻ സോറി പറയും. അത് ഞാൻ ഡിലേ ആക്കത്തില്ല. മകൾ അതെങ്ങനെ ദുഃഖമാവുന്നത്? ഷെറിലിന്റെ ഒരു മോളുണ്ട്. പക്ഷെ അവളെ ഓർത്തിട്ട് അങ്ങനെയുള്ളൊരു വിഷമം എനിക്കില്ല. കാരണം അവളെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയുടെയും എൻ്റെ അടുത്ത് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഹാപ്പിയും സന്തോഷമാണ് എൻ്റെ മോക്ക് അവിടെ. അപ്പൊ അതുകൊണ്ട് അവളെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു വേവലാതി ഇല്ല. കാരണം ഞാൻ എപ്പോഴും അവിടെയും ഇവിടെയും ആയിട്ടാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഇവിടെ ആയിട്ട് ഒതുങ്ങുമായിരുന്നെങ്കിൽ എനിക്ക് അവിടെ വിഷമമാണ്. കാരണം ഞാൻ ഇപ്പൊ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ കൊണ്ടാക്കി, ഇപ്പൊ എക്സാം നടക്കുന്നു, പിന്നെ നെക്സ്റ്റ് ഇനിയിപ്പോ ഒരു 3 മന്ത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും പോകും. അപ്പൊ അവളുടെ കൂടെ കുറച്ച് ദിവസം വെക്കേഷൻ ആകുമ്പോ ഇങ്ങോട്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇല്ല. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു വിഷമമില്ല. വികാസ് സ്വന്തം മോളെ പോലെ തന്നെ അവളെയും കാണും. എന്താ മോളുടെ പേര്? മോളെ പേര് വൈക. എത്രയായി? മോളെ ഇപ്പൊ 5ൽ പഠിക്കുന്നു. ഓക്കെ, അപ്പൊ മോള് അവിടെ കൊല്ലത്താണോ? അല്ലല്ല, ഒമാനില. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പോവുകയും വരികയും ചെയ്യുന്നത്. ഞങ്ങൾക്ക് അവിടെ ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാനും അവിടെ ആയിരുന്നു.